ഇത് ഉത്തരേന്ത്യയിലല്ല അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനത്താണ് ഇത്തരം ഒരു കാഴ്ച. അതും കഴിഞ്ഞ ദിവസം മരിച്ച ആ കുട്ടികളുടെ വീടാണ്, ആ കുട്ടികൾ താമസിച്ചിരുന്ന വീടാണ്. ഇവിടെ ഒരു ഭാഗത്ത് അവരുടെ അടുപ്പും അടുക്കളയുമാണ്. അതോടൊപ്പം അട്ടപ്പാടി കരുവാര ഊരിലാണ് ഞാനുള്ളത്. കഴിഞ്ഞ ദിവസം മരിച്ച കുട്ടികൾ ഈ വീടിൻ്റെ സ്ലാബ് തകർന്നാണ് മരിച്ചത്. അവരുടെ വീടിന്, കുട്ടികൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് അടുത്തുള്ള വീട്ടിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പാതി വഴിയിൽ പണി നിലച്ച ആ കുട്ടികൾ താമസിക്കുന്ന വീടിൻ്റെ കാഴ്ചയാണിത്. ഇത് വീടെന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. കാരണം ഒരു കുടിലാണ് ഇത്. ഈ കുടിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. ആ കുട്ടിയുടെ മാതാപിതാക്കളും മുത്തച്ഛനും മുത്തശ്ശിയും ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നു? 2 വർഷം. 2 വർഷം. അപ്പോൾ വേറെ വീടോ ഒന്നുമില്ലേ? ലൈഫ് മിഷനിൽ പാസ്സായി 50 കിട്ടി. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ബിൽറ്റ് വാർക്കാനുള്ള പൈസ ഒന്നും തികഞ്ഞില്ല. അപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്നു ഈ കുട്ടികളുടെ ഒരു കാര്യം. അപ്പോൾ കൃത്യമായിട്ട് ആളുകളെ വിളിച്ചൊന്നും എത്തിയില്ല ഇവിടെ? വിളിച്ച് പ്രൊമോട്ടറിനൊക്കെ വിളിച്ചപ്പോൾ ആംബുലൻസൊക്കെ വിളിച്ചപ്പോൾ മറ്റേ റേഞ്ചിലാണ്, ഇവിടെ ആംബുലൻസ് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞു. മെമ്പർ പിന്നെ വരാറേയില്ല. എപ്പോഴെങ്കിലും ഇലക്ഷൻ ടൈം, ആ ടൈമിൽ മാത്രമേ ഇത് വരുന്നുണ്ട്. അല്ലാണ്ടൊന്ന് ശ്രമിച്ചു, പക്ഷേ വണ്ടി ഒന്നും കിട്ടിയില്ല. അനിയന്മാർ ബൈക്കിലാണ് കൊണ്ടുപോയി 2 പേരെയും. ഒരാൾക്കുണ്ടായിരുന്നു, വലിയവനുണ്ടായിരുന്നു, ചെറുതിനുണ്ടായിരുന്നില്ല. മുത്തച്ഛനാണല്ലേ? ഞാൻ പണിക്കാണ് സാറേ, ദിവസം പോയിരുന്നു. ഞാൻ ഇവിടെ വന്ന് പണി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ കുട്ടികളൊക്കെ കോട്ടത്തോടെ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. അതൊരു കൂലിപ്പണിക്കാരാണ്. വീട് വെച്ച് കൊടുക്കുന്ന സർക്കാരിനോട് പറയുമ്പോൾ ഇങ്ങനെ തറയൊക്കെ വലിച്ച് നോക്കുമ്പോൾ 50,000 രൂപയാണ് കൊടുത്തത്. ഇവിടെ നോക്കുമ്പോൾ JCBക്കാരനൊക്കെ ഒരുപാട് പൈസ ആയി. ഇവിടെ JCB ഇറക്കുമ്പോൾ മെറ്റലിറക്കുമ്പോൾ ഒരുപാട് പൈസ ആയി. കെട്ടുകാരനൊക്കെ ഒരുപാട് പൈസ, ചുമട്ടുകാർ കൈക്കൂലിക്കാരന് ഒരുപാട് പൈസ നോക്കുമ്പോൾ ഈ 50,000 കൊണ്ട് എന്താണ് സാറേ നമുക്ക് കിട്ടുന്നത്? നമ്മൾ കൂലി പണി ചെയ്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ബില്ല് വാർത്ത തന്നാൽ ബാക്കിയുള്ള ബില്ല് തരാമെന്നാണ് പറഞ്ഞത്. അവിടെ ബില്ല് പോയി ചോദിക്കുമ്പോൾ മെമ്പർ പറയണത് എന്താണെന്ന് അറിയോ? നാളെ വരെ ബില്ല് ശരിയാക്കി തരാം. ഫണ്ട് വന്നിട്ടില്ല. ഫണ്ട് വന്നിട്ട് മെമ്പർ അന്വേഷിക്കണമില്ല. നമുക്കൊരു ആനുകൂല്യം കിട്ടണമില്ല. എപ്പോഴെങ്കിലും ഒരു ദിവസം 2 ദിവസം കൂലിപ്പണിക്ക്. അഞ്ച് പേര്, മൊത്തം 5 പേര്, 3 കുട്ടി 2 പെങ്കൊച്ചുകാർ. ഇതാണ് ഇങ്ങനെ ഈ മുള കൊണ്ട് താൽക്കാലികമാക്കി കെട്ടിയുണ്ടാക്കിയ ഒരു വീട്ടിലാണ് ഇവർ 2 വർഷമായി താമസിക്കുന്നത്. ഇതിന് അകത്തേക്ക് ഈ ഒന്ന് നേരെ കയറാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇത് ഉത്തരേന്ത്യയിലല്ല അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനത്താണ് ഇത്തരം ഒരു കാഴ്ച. അതും കഴിഞ്ഞ ദിവസം മരിച്ച ആ കുട്ടികളുടെ വീടാണ്, ആ കുട്ടികൾ താമസിച്ചിരുന്ന വീടാണ്. ഇവിടെ ഒരു ഭാഗത്ത് അവരുടെ അടുപ്പും അടുക്കളയുമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് 5 പേരടങ്ങുന്ന കുടുംബം താമസിക്കുന്ന ഒരു വീടാണ്. ഇത് ഒരു ടാർപോളിംഗ് മുകളിലേക്ക് വലിച്ച് കെട്ടി ഈ മരക്കൊമ്പുകളും മറ്റുമെല്ലാം വെച്ച് കെട്ടി ഉണ്ടാക്കിയ ഒരു കുടിലാണ്. ഈ കുടിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ ഈ കുട്ടികൾ മരിച്ചില്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ പോലും ഈ സമയത്ത് ഇങ്ങോട്ട് എത്തുമായിരുന്നില്ല. അത്ര ഒരു ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിലാണ് ആ കുടുംബം താമസിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ 2 കുട്ടികൾ, 7ഉം 4ഉം വയസ്സുള്ള കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞതാണ്. ആ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ഇനി സർക്കാരിൻ്റെ സഹായം വളരെ അത്യന്താപേക്ഷികമാണ് എന്നതിൽ സംശയമില്ല. ഷിജു ചിറ്റൂരിനൊപ്പം കരുവാര ഊരിൽ നിന്നും സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.